സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സിന് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പല പാരൻസും സ്റ്റുഡൻസും. ഡിഗ്രി കോഴ്സിന് പോകണോ, പ്രൊഫഷണൽ കോഴ്സിന് പോകണോ, പാരാമെഡിക്കൽ കോഴ്സിന് പോകണോ, അല്ല നഴ്സിംഗ് കോഴ്സുകൾക്ക് പോകണോ, ഇങ്ങനെ നിരവധി സംശയങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്ത് തന്നെയായാലും ഏത് കോഴ്സിനായാലും എൻട്രൻസ് പരീക്ഷയുള്ള ഏത് കോഴ്സാണെങ്കിലും അതിനു മുമ്പ് തന്നെ എൻട്രൻസ് പരീക്ഷയില്ലാതെ മെറിറ്റ് ആയിട്ട് അഡ്മിഷൻ നേടുന്ന കോഴ്സുകളിലേക്കും കൂടി അപേക്ഷ നൽകുന്നത് എപ്പോഴും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതുകൊണ്ട് അതിനും കൂടെ കീം എഴുതുന്നവരാണെങ്കിലും, അതായത് എൻട്രൻസ് എഴുതുന്നവരാണെങ്കിലും, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കോ മറ്റോ അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിലും അവരൊക്കെ ഇതിനും കൂടെ ഒന്ന് അഡ്മിഷന് ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ എവിടെയും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ അഡ്മിഷൻ, ഡിഗ്രി അഡ്മിഷൻ നേരത്തെ വരുന്നതുകൊണ്ട് ഇതിലൊരു സീറ്റ് ഉറപ്പാക്കിയ ശേഷം മറ്റ് സീറ്റുകളിലേക്ക് നമുക്ക് നമ്മുടെ ചാൻസ് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രി അഡ്മിഷനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ ഡിഗ്രി അഡ്മിഷനെ പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോയുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3 വർഷത്തെ ഡിഗ്രിക്കും അതേപോലെ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിക്കുമാണ് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അഡ്മിഷനല്ല, അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. 1/6/2024 ജൂൺ 1 വൈകിട്ട് 5 മണി വരെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സൈറ്റ് ആയിട്ടുള്ള www.admissions.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ്, ഞാൻ ഇതിന് താഴെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇടുന്നുണ്ട്. ആ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഇതിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈൽ നമ്പർ ഒന്നുകിൽ കാൻഡിഡേറ്റിൻ്റെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പറോ ആയിരിക്കണം. കാരണം ഒരു OTP അതിലേക്ക് വരും. ആ OTP അനുസരിച്ചാണ് അടുത്ത പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു CAP ID കിട്ടും, പാസ്വേഡ് ഉണ്ടാവും. അത് രണ്ടും വെച്ചിട്ട് നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്ലൈ നൗ എന്നുള്ള ഒരു ലിങ്ക് അവിടെ കാണിക്കും, സൈറ്റിലുണ്ട്. ആ സൈറ്റിൽ അപ്ലൈ നൗ എന്നുള്ള ആ ലിങ്കിലൂടെ വേണം നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റിലെ മാർക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, +2 മാർക്ക് ലിസ്റ്റിലെ നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങളുടെ മാർക്ക്, അതുപോലെ രജിസ്റ്റർ നമ്പർ, +2ൻ്റെ രജിസ്റ്റർ നമ്പർ. അത് CBSE ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറിന് പകരം റോൾ നമ്പർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്ത് തന്നെയാലും അത് ആ ഒരു നിങ്ങളെ യുണീക്കായിട്ട് കാണിക്കുന്ന ID, ആ നമ്പർ ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. അതും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ +2 മാർക്ക് ലിസ്റ്റിൽ അതെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഫീസ് ഉണ്ട്. നിങ്ങൾ SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 195 രൂപയും, അതേപോലെ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 470 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ആ വെബ്സൈറ്റിലുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഓൺലൈനായിട്ട് നിങ്ങൾ ആദ്യം CAP ID കിട്ടിയിട്ട്, അതായത് രജിസ്ട്രേഷൻ നടത്തിയിട്ട് CAP ID കിട്ടി, പിന്നീട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അതേപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഫീസും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നിങ്ങൾ ലോഗൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് ആ ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ സൂക്ഷിച്ചു വെക്കണം. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഏത് കോളേജിലേക്കാണോ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത് ആ കോളേജിലേക്ക് ഇത് അയക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുക ഒന്നും വേണ്ട. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടിയിരിക്കുന്നത് ആ കോളേജിലെ അഡ്മിഷൻ പോകുന്ന സമയത്ത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് അവിടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവസാന സ്റ്റെപ്പായിട്ടുള്ള പ്രിൻ്റ് ഔട്ട് എടുക്കാൻ മറക്കരുത്. പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയില്ല എന്ന് വരാം.
അതായത് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് കിട്ടാത്ത അവസ്ഥ ചില ആപ്ലിക്കേഷനിൽ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനും കൂടി ശ്രദ്ധിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിലാണ്, അതായത് ഫീസും അടച്ച് അവസാനമാണ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുള്ളൂ. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഒരു കുട്ടിക്ക് 20 കോളേജുകളിലേക്ക് വരെ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകളും ഇഷ്ടപ്പെട്ട കോഴ്സും, ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജും അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും അനുസരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഏതൊക്കെ കോളേജുകളാണ് എന്നുള്ളതൊക്കെ വെബ്സൈറ്റിൽ, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. അപ്പോൾ ആ കോളേജുകൾ അതിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ കോളേജുകളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ആ കോളേജുകളിലുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഓപ്ഷൻ കൊടുക്കാൻ. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഈ മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ കോഴ്സുകളാണ്. അതിൽ ഒന്നാമത്തെ കോഴ്സ് എനിക്ക് കിട്ടേണ്ടത് ഇന്ന കോഴ്സാണ്. രണ്ടാമത് അവിടെ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത കോഴ്സ്, അതായത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ എനിക്ക് BComനാണ് ആദ്യത്തെ ചോയ്സ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ BA എക്കണോമിക്സിന് പോകണം. അതും കിട്ടിയിട്ടില്ലെങ്കിൽ BA ഇംഗ്ലീഷിന് പോകണം. ഇതൊക്കെ അതേ കോളേജിൽ തന്നെയാണെങ്കിൽ ആ ചോയ്സ് ഓർഡറിൽ തന്നെ കൊടുക്കുക. അതല്ല, നിങ്ങൾക്ക് കിട്ടേണ്ടത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ BComന് കിട്ടിയിട്ടില്ല എങ്കിൽ മഞ്ചേരി NSS കോളേജിൽ BComനാണ് കിട്ടേണ്ടത്. അവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിലെ BSc മാത്സിനാണ് കിട്ടേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലും നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഷഫിൾ ചെയ്ത് കോളേജുകളെ ഷഫിൾ ചെയ്തിട്ടും വിഷയങ്ങൾ ഷഫിൾ ചെയ്തിട്ടും ഒക്കെ കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണോ എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് തീരുമാനിക്കണം. ഈ കോളേജിനാണോ നമ്മൾ ഇത് കൊടുക്കുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത്, അതല്ല കോഴ്സിനാണോ പ്രിഫറൻസ് കൊടുക്കുന്നത്? അപ്പോൾ കോഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കോളേജ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ഉണ്ടാവും, ആ കോളേജിൽ കിട്ടിയില്ല എങ്കിൽ രണ്ടാമത്തെ ചോയ്സ് എനിക്ക് മറ്റൊരു കോളേജിലാണെങ്കിൽ ആ കോളേജിൽ ആ കോഴ്സ് കൊടുക്കാം. മൂന്നാമത്തെ ചോയ്സ് മറ്റൊരു കോളേജിൽ മറ്റൊരു വിഷയമാണെങ്കിൽ മൂന്നാമത്തെ ചോയ്സ് ആയിട്ട് അത് കൊടുക്കാം. അപ്പോൾ ചോയ്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചോയ്സിനനുസരിച്ചാണ്, ഒന്നാമത്തെ ചോയ്സിലേക്കാണ് ആദ്യം നമ്മളെ പരിഗണിക്കുക. ഫസ്റ്റ് ചോയ്സ് ഏതാണോ അതിലേക്ക് നമ്മളെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് ചോയ്സിലേക്ക് പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സും താല്പര്യമുള്ള കോളേജും ഒന്നാമത്തെ ചോയ്സായിട്ട് കൊടുത്തിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് പല കുട്ടികളും പല രൂപത്തിലും കൊടുത്ത് തെറ്റുവരുത്തുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എൻട്രിയിൽ പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മറുപടി തരാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സംബന്ധമായിട്ടുള്ള, ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ചാനൽ കൃത്യമായിട്ട് വീക്ഷിക്കുക. നിങ്ങൾ ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ വാച്ച് നന്ദി, നമസ്കാരം.